മായി അനുഗ്രഹിച്ചു. നിങ്ങൾ പരമശിവനും പാർവതിയുമെന്നപോലെ ദമ്പതികളായി ജീവിക്കുവിൻ. ആദിശേഷന്റെ ഫണത്തിന്മേൽ ഈ ഭൂമിദേവി നിലനിൽക്കുന്ന കാലത്തോളവും സൂര്യനും ചന്ദ്രനുമുള്ള കാലത്തോളവും നിങ്ങൾ ഐക്യത്തോടും അഭംഗുരമായ ആനന്ദത്തോടും കൂടി ഒന്നിച്ചു ജീവിക്കുവിൻ. രാമൻ പുരുഷന്മാരോട് സംസാരിച്ചു. തങ്ങൾ വനത്തിന്റെ ഗാംഭീര്യവും സൗന്ദര്യവും ദർശിക്കാൻ വന്നവരാണെന്നും യാത്ര അതുവരെ പരിപൂർണമായും സുഖപ്രദവും പ്രയോജനകരവുമായിരുന്നെന്നും ഇതുവരെ യാതൊരു ക്ഷീണമോ അസൗകര്യമോ ഉണ്ടായിട്ടില്ലെന്നും അവരെ അറിയിച്ചു. തങ്ങളെ പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. പിന്നെ അവർ വനത്തിലേക്കുള്ള യാത്ര തുടർന്നു. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും വേഗത്തിൽ വീട്ടിലേക്കു പോയി. ആ പൗരന്മാരെയും അവർ ചോദിച്ച ചോദ്യങ്ങളെയും അവർ പ്രസ്പഷ്ടമാക്കിയ സ്നേഹത്തെയും അവരുടെ കണ്ണുകളിൽ പ്രകാശിച്ചിരുന്ന ആനന്ദത്തെയും കുറിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ട് സീതയും രാമനും ലക്ഷ്മണനും യാത്ര തുടർന്നു. പെട്ടെന്ന് രാമൻ സീതയുടെ മുഖത്ത് ക്ഷീണത്തിന്റെ ചിഹ്നങ്ങൾ കണ്ടു. ഒരു തണൽവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് കുറെ വിശ്രമിക്കുന്നതിനായി അഭിപ്രായപ്പെടുകയും ചെയ്തു. ശീതളവും വിസ്തൃതവുമായൊരു അരുവി അടുത്തുകൂടി ഒഴുകുന്നുണ്ടായിരുന്നു. ലക്ഷ്മണൻ കാട്ടിനുള്ളിലേക്കു പോയി കുറെ ഫലമൂലങ്ങൾ ശേഖരിച്ചുകൊണ്ടുവന്നു. അവർ മൂവരും അവ സ്വാദോടുകൂടി ഭക്ഷിച്ചു. ആ രാത്രി അവിടെ സുഖമായി കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു. സ്നാനവും മറ്റ് കർമ്മങ്ങളുമെല്ലാം കഴിഞ്ഞശേഷം യാത്ര തുടർന്നു. താമസിയാതെ അവർ വനത്തിലെ ഭീകരമായ ഉൾഭാഗങ്ങളിൽ പ്രവേശിച്ചു. താഴ്ന്നുതുങ്ങിയ കൊടുമുടികൾ, അന്ധകാരപൂർണവും ഭയാനകവുമായും കൂട്ടിപ്പിണഞ്ഞുകിടക്കുന്ന വൃക്ഷസമൂഹങ്ങൾ, ജലപ്രവാഹമുള്ള നദികളുടെ ഞെകിട്ടപ്പിക്കുന്ന അലർച്ച, ഇവയെല്ലാം കൂടി ഭീതിയുടെയും നിഗൂഢതയുടെയും വിചിത്രമായൊരു ബോധം അവരിൽ ജനിപ്പിച്ചു. ആ ഭീകരപ്രദേശത്തിന്റെ മധ്യത്തിൽ മനുഷ്യരാൽ നട്ടുനനച്ചു വളർത്തപ്പെട്ട ഒരു തോട്ടം അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അതിൽ മനോഹരമായ ഒരാശ്രമവുമുണ്ടായിരുന്നു. അത് വാൽമീകിയുടെ ആശ്രമമായിരുന്നു. ആശ്രമത്തിന്റെ ഒരു ഭാഗത്തുയർന്ന മലയുടെ ചെകുത്തായ ഭാഗങ്ങൾ, മറുഭാഗത്ത് വളരെ കീഴെ മർമ്മരം പൊഴിക്കുന്ന ഒരുവി. ആശ്രമം തികച്ചും സൗന്ദര്യത്തിന്റെ ഒരു ചിത്രമായിരുന്നു. പച്ചപ്പട്ടുവിരിപ്പിൽ രത്നക്കല്ലുപോലെ അത് ശോഭിച്ചു. സീതയുടെ ദൃഷ്ടികൾ ആ ചിത്രത്തിൽ പതിച്ചതുകൂടി അവർക്ക് അതിയായാശ്വാസം തോന്നി. അവരുടെ ക്ഷീണം ലഘൂകരിക്കപ്പെട്ടതായും. അവർ തോട്ടത്തിലേക്ക് പ്രവേശിച്ചുവെന്ന് ശിഷ്യന്മാരിൽ നിന്നും അറിഞ്ഞ വാൽമീകി ആശ്രമത്തിൽ നിന്നും പുറത്തുവന്ന് പ്രവേശനദ്വാരത്ത് പ്രത്യക്ഷപ്പെട്ടു. സീതയും രാമനും ലക്ഷ്മണനും ക്ഷണത്തിൽ ചെന്ന് മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. മഹർഷിയെ മുന്നോട്ടുവന്ന് വളരെ മുമ്പുതന്നെ പരിചിതമായ പോലെ വാത്സല്യപൂർവ്വം ആശ്ലേഷിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തു. അദ്ദേഹം അവരെ 3 പേരെയും ആശ്രമത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു. തന്റെ സ്വന്തം ശ്വാസം പോലെ സ്നേഹിച്ചിരുന്ന രാമനും ലക്ഷ്മണനും സീതയ്ക്കും മഹർഷി സുഖാസനങ്ങൾ നൽകി ഫലമൂലാദികൾ വരുത്തി അവരുടെ മുമ്പിൽ വെച്ചു. അദ്ദേഹം ആഗ്രഹിച്ചതിനനുസരിച്ച് അവർ അവ കഴിച്ചു. അവർക്കുണ്ടായ സന്തോഷം പ്രകടിപ്പിച്ചു. വാൽമീകി അവരുടെ മുമ്പിലിരുന്ന് രാമനെത്തന്നെ ഉറ്റുനോക്കി തന്റെ മിഴികളുടെ ദാഹം തീർത്തു. അദ്ദേഹം അവാച്യമായ ആനന്ദത്താൽ പരിപൂർണനായി. ഏറ്റവും വിനയത്തോടുകൂടി രാമൻ മഹർഷിയോടും സംസാരിച്ചു. പൂജ്യനായ മഹർഷേ, അങ്ങ് എല്ലാവരുടെയും ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാണ് വനത്തിലേക്ക് പ്രവേശിച്ചതെന്ന് അങ്ങേക്ക് കരതലാമലകം പോലെ പ്രസ്പഷ്ടമായിരിക്കും. എന്നിരുന്നാലും ഭാര്യയോടും അനുജനോടും കൂടി ഞാനിവിടെ വന്നതെന്തിനാണെന്നറിയിക്കുക എന്ന എന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അനന്തരം അച്ഛൻ ചെയ്ത സത്യത്തിനനുസരിച്ച് എങ്ങനെ കൈകേയിരാജപുത്രി തന്നെ കാട്ടിലേക്ക് നാടുകടത്തിയെന്നും രാജ്യത്തിന്റെ ഭരണകർത്താവായി തന്റെ അനുജനായ ഭരതനെ എങ്ങനെ വാഴിച്ചുവെന്നും രാമൻ വിവരിച്ചു. മഹർഷി കഥ ശ്രദ്ധിച്ചു. മന്ദഹാസപ്രകാശിതമായ മുഖം വഴി തന്റെ ആനന്ദത്തെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമ, നീ അവരുടെ ആഗ്രഹം നിറവേറ്റിയതുപോലെ ഇപ്പോൾ എന്റെ ആഗ്രഹവും നിറവേറ്റിയിരിക്കുന്നു. എന്റെ തപസ്സുകളും വ്രതങ്ങളും അഭിലാഷങ്ങളുമെല്ലാം ഇന്നു സഫലമായിരിക്കുന്നു. എന്റെ ഹൃദയംഗമമായ കൃതജ്ഞതയും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആനന്ദത്തിന്റെയും ഒരംശവും ഞാൻ കൈകേയിക്ക് നൽകണം. ഹൃദയത്തിൽ നിന്നും ഉയർന്നുവന്ന കൃതജ്ഞതയുടെയും ആനന്ദത്തിന്റെയും വികാരങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ വാൽമീകി കണ്ണടച്ചുകൊണ്ട് വളരെ നേരം നിശബ്ദനായിരുന്നു. അദ്ദേഹത്തിന്റെ മിഴികളിൽ ബാഷ്പം നിറഞ്ഞു, ആനന്ദബാഷ്പം. പിന്നീടത് വലിയ തുള്ളികളായി ഒന്നിനു പിന്നാലെ മറ്റൊന്നായി കവിൾത്തടത്തിലൂടെ ഉരുണ്ടുരുണ്ടു വീണു. രാമൻ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളങ്ങ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിവസിക്കാം. ഒരാൾക്കും ഒരു ഉപദ്രവത്തിനും കാരണമുണ്ടാവാത്തതും തപസ്സുകൾക്കോ ആശ്രമങ്ങൾക്കോ തടസ്സമാവാതിരിക്കുന്നതുമായ ഒരു സ്ഥലം കാണിച്ചുതരിക. ഞങ്ങൾക്ക് ശരിയായ ഉപദേശവും നൽകുക. ഞങ്ങൾ ആ സ്ഥലത്ത് പർണശാല കെട്ടി അവിടെ കുറേക്കാലം കഴിച്ചുകൂട്ടാം. പരിശുദ്ധവും ആത്മാർത്ഥത നിറഞ്ഞതുമായ ഈ വാക്കുകൾ മഹർഷിയുടെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, രാമ, ഞാൻ തീർച്ചയായും അനുഗ്രഹീതനായി. രഘുവംശത്തിന്റെ പ്രഭാവം പ്രഖ്യാപിക്കുന്ന ഒരു പതാക പോലെയാണങ്ങ്. എന്ത് കാരണം കൊണ്ടാണ് അങ്ങിങ്ങനെ സംസാരിക്കുന്നത്?
വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാർഗത്തെ പരിരക്ഷിക്കുന്ന ശക്തിയാണ് അങ്ങ്. അതിനെ ആപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ശക്തി. അങ്ങയുടെ വ്യക്തിത്വത്തിന്റെ മോഹിപ്പിക്കുന്ന അർത്ഥമാണ് സീത. അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാ ലോകങ്ങളെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ മതങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനമാണ് ഈ പ്രപഞ്ചം താങ്ങി നിർത്തുന്ന 1000 ഫണമുള്ള ആദിശേഷൻ എന്ന നാഗം. ലോകത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുകയെന്ന ദേവന്മാരുടെ ആഗ്രഹങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടിയാണ് അങ്ങ് രൂപങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങ് താമസവിനാ ദുഷ്ടന്മാരെയൊക്കെ സംഹരിക്കും. എനിക്ക് തീർച്ചയുണ്ട്, അങ്ങ് ശിഷ്ടാത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യും. രാമ, പ്രപഞ്ചം എന്ന നാടകത്തിന്റെ അനശ്വര പ്രേക്ഷകനാണ് അങ്ങ്. പ്രപഞ്ചം ദൃശ്യവും അങ്ങ് ദ്രഷ്ടാവുമാണ്. ദേവകൾ പോലും അങ്ങയുടെ യഥാർത്ഥസ്ഥിതിയും പ്രഭാവവും അളക്കുന്നതിൽ പരാജയപ്പെടുന്നു. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ അങ്ങയുടെ രഹസ്യം മനസ്സിലാക്കുവാൻ സാധിക്കും? അങ്ങയുടെ അനുഗ്രഹമായ ജ്ഞാനം ലഭിച്ചവർക്കു മാത്രമേ അങ്ങയുടെ സത്യത്തിന്റെയും ശക്തിയുടെയും തെല്ലെങ്കിലും അറിഞ്ഞുവെന്ന് അവകാശപ്പെടുവാനാവുകയുള്ളൂ. സത്തുക്കളുടെയും ദേവന്മാരുടെയും ശാന്തിക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് അങ്ങ് മാനവരൂപം സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഫലമായാണ് അങ്ങ് ഞങ്ങളിലൊരാളെപ്പോലെ സംഭാഷണം ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്നത്. മനുഷ്യരിൽ ഒരാളാണ് അങ്ങെന്ന് വിഡ്ഢികൾ മാത്രമേ തെറ്റിദ്ധരിക്കുകയുള്ളൂ. അങ്ങ് നിർദ്ദേശിക്കുകയും ചരട് വലിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് കളിക്കുന്ന പാവകളാണ് ഞങ്ങളെല്ലാം. ഇതതുപോലെ പ്രവർത്തിക്കണമെന്നും ഇനസ്ഥലത്ത് നിവസിക്കണമെന്നും അങ്ങയോട് നിർദ്ദേശിക്കുവാൻ ഞങ്ങൾ ആരാണ്? രാമ, അങ്ങ് അങ്ങയുടെ വാക്കുകളെക്കൊണ്ട് തപസ്സികളെ ഞങ്ങളെ മോഹിപ്പിക്കാൻ പദ്ധതിയിടുകയാണോ? ഓ, എത്ര ആശ്ചര്യകരമാണ് അങ്ങയുടെ ലീല! എത്ര യഥാർത്ഥമാണ് അങ്ങയുടെ അഭിനയം! ഈ പ്രപഞ്ചനാടകത്തിന്റെ സംവിധായകനാണ് അങ്ങെന്ന് ഞാൻ അറിയുകയില്ലേ? ഈ കാട്ടിൽ കുറേക്കാലം കഴിച്ചുകൂട്ടുന്നതിന് ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് തരണമെന്ന് അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏത് സ്ഥലമാണ് ഞാൻ തെരഞ്ഞെടുത്ത് ശുപാർശ ചെയ്യേണ്ടത്? കാരണം ഈ പ്രപഞ്ചത്തിലെവിടെയെങ്കിലും അങ്ങില്ലാത്തൊരു സ്ഥലമുണ്ടോ? എന്റെ ചോദ്യത്തിന് ഉത്തരം തരൂ. അതിനുശേഷം അങ്ങ് പോകേണ്ടതും താമസിക്കേണ്ടതുമായ സ്ഥലം ഞാൻ കാട്ടിത്തരാം. വാത്മീകി പറഞ്ഞു. തന്റെ ആഹ്ലാദം അങ്ങ് അറ്റത്തു രാമന്റെ സുന്ദരമായ മുഖം നോക്കിക്കൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നാവിന്മേൽ വാക്കുകൾ ഉരുകിപ്പോയി. അഭിവന്ദ്യനായ മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ ഉള്ളിൽ ചിരിച്ചു. തേജസ്സുറ്റ മുഖത്ത് പ്രകാശിക്കുന്ന പുഞ്ചിരിയോടുകൂടി മഹർഷി പിന്നെയും സംസാരിച്ചു. രാമ, അങ്ങ് അങ്ങയുടെ ഭക്തരുടെ ഹൃദയത്തിൽ നിവസിക്കുന്നുവെന്ന് എനിക്ക് സൂക്ഷ്മമായി അറിയാം. അങ്ങയുടെ ഈ രൂപത്തിനു വസിക്കുവാൻ പറ്റിയൊരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കൂ. അങ്ങേക്ക് അവിടെ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് നിവസിക്കാം. ആരുടെ ശ്രോത്രങ്ങൾ സമുദ്ര തെപ്പോലെ അങ്ങയുടെ വീരകൃത്യങ്ങളെപ്പറ്റി വിശദാംശങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന കഥാശ്രുതികൾ സന്തോഷം സ്വീകരിക്കുന്നുവോ, ആർ അങ്ങയുടെ ദിവ്യപ്രവർത്തനങ്ങളുടെയും വാക്കുകളുടെയും വിവരണം കേട്ടുകൊണ്ട് എപ്പോഴും സന്തുഷ്ടരായിരിക്കുന്നുവോ, ആരുടെ രസന നിരന്തരം അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കുകയും അതിന്റെ അമൃതമാധുര്യം ആസ്വദിക്കുകയും ചെയ്യുന്നുവോ, അതിന്റെ അമൃതമാധുര്യം ആസ്വദിക്കുകയും ചെയ്യുന്നുവോ, ആരുടെ കണ്ഠം മൃദുവും നവോന്മേഷജനകവുമായ അങ്ങയുടെ വാക്കുകളും സ്തുതികളും ഉരുക്കഴിക്കുകയും അവയുടെ പാരായണത്തിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നുവോ, ആരുടെ നേത്രങ്ങൾ അങ്ങയുടെ മേഘശ്യാമളമായ സുന്ദരമായ രൂപം ആദ്യത്തെ വർഷപാതത്തെ സോൽക്കണ്ഠം കാത്തിരിക്കുന്ന ചാത്തകത്തെപ്പോലെ ദർശിക്കുവാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നുവോ, ആരുടെ നിരന്തരമായ ആഗ്രഹം എവിടെയും ഏതോ ദേശത്തും അങ്ങയെ കണ്ടുപിടിക്കുന്നതിനാണോ, ആർ ആ കണ്ടെത്തലിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നുവോ, അത്തരക്കാരെ കണ്ടാൽ രാമ, അങ്ങ് സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അവരുടെ ഹൃദയത്തിൽ നിവസിച്ചാലും. രാമ, ഞാൻ ഇനിയും വിശദീകരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ കേൾക്കൂ. ആർ അന്യരിലുള്ള ദോഷങ്ങൾ അവഗണിക്കുകയും അവരുടെ നന്മയുടെ പേരിൽ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ, ആർ ധർമ്മവൃത്തിയുടെയും ആർജവത്തിന്റെയും മാർഗ്ഗത്തിൽ കൂടി ജീവിതയാത്രയിൽ ആയാസപ്പെട്ടു നടക്കുന്നുവോ, ആർ സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും അംഗീകൃതമായ പരിധികൾ അനുസരിക്കുന്നുവോ, പ്രപഞ്ചം അങ്ങയുടെ സൃഷ്ടിയാണെന്നും വസ്തുനിഷ്ഠമായ വിശ്വം മുഴുവനും അങ്ങയുടെ ശരീരമാണെന്നും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ആർക്കു വിശ്വാസമുണ്ടോ അവരുടെ ഹൃദയത്തിൽ അങ്ങ് കുടികൊണ്ടാലും. എന്നിരുന്നാലും അങ്ങിപ്പോൾ മനുഷ്യശരീരം സ്വീകരിച്ചതിനാലും മാതാവിന്റെയും പിതാവിന്റെയും ആജ്ഞ അനുസരിച്ചുകൊണ്ടിവിടെ വന്നതിനാലും ആ നിലയിൽ എന്നോട് ചോദിച്ചതിനാലും ആ വേഷം യഥാർത്ഥമാണെന്നുപോലെ കരുതി ഞാനതിന് മറുപടി നൽകുകയെന്ന സാഹസകർമ്മത്തിന് മുതിരുകയാണ്. അങ്ങേക്ക് ചിത്രകൂടപർവ്വതത്തിൽ താമസിക്കാം. എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അതൊരു പുണ്യസ്ഥലമാണ്. ആകർഷകമായ സുന്ദരസ്ഥലം. പ്രേമവും ശാന്തിയും കൊണ്ട് സാന്ദ്രീകൃതമാണ് അന്തരീക്ഷം. പരസ്പര വൈരത്തിന്റെ യാതൊരു ലക്ഷണവും കാണിക്കാതെ സിംഹങ്ങളും ആനകളും അവിടെ ഒന്നിച്ചു വിഹരിക്കുന്നു. വേദങ്ങളിൽ പ്രകീർത്തിതമായ മന്ദാകിനി നദി ആ കുന്നിനു ചുറ്റുമാണ് ഒഴുകുന്നത്. അത്രിയെപ്പോലെയുള്ള മഹർഷിമാർ അവിടെ ആശ്രമത്തിൽ താമസിക്കുന്നുണ്ട്. അങ്ങേക്ക് ആ ആശ്രമങ്ങൾ സന്ദർശിച്ച് കൂടുതൽ പവിത്രത അനുഭവിക്കാം.
ശ്രേഷ്ഠമായ ആ സ്ഥലത്തിലും പ്രിയങ്കരമായ ആ ദിവ്യനദിയിലും അങ്ങയുടെ അനുഗ്രഹം അർപ്പിക്കാം. വാൽമീകി ഈ നിർദ്ദേശം നൽകിയ ഉടനെ തന്നെ രാമൻ അത് സ്വീകരിച്ചു. പിന്നീട് യാത്രാനുമതിയും വാങ്ങി ലക്ഷ്മണനോടും സീതയോടുമൊന്നിച്ച് യാത്ര തുടർന്നു. അല്പസമയത്തിനുള്ളിൽ അവർ മന്ദാകിനി നദി കണ്ടു. അതിൽ സ്നാനം ചെയ്തു. ശാസ്ത്രോക്തമായ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചു സന്തുഷ്ടരായി. പച്ചപ്പുല്ലിൽ കൂടി കുറേ ദൂരം നടന്ന് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിനു മുമ്പായി അവർ ഒരു തണൽമരത്തിൻ കീഴിൽ വിശ്രമിക്കാനിരുന്നു. രാമൻ ലക്ഷ്മണനോടിങ്ങനെ പറഞ്ഞു: ലക്ഷ്മണാ, നമുക്കിവിടെ താമസിക്കുന്നതിനായി ഒരു പർണശാല കെട്ടണം. അതിനു പറ്റിയ സ്ഥലം കണ്ടുപിടിക്കാൻ എനിക്കാവുന്നില്ല. ഏതു സ്ഥലമാണ് നല്ലത് അല്ലെങ്കിൽ നല്ലതല്ലാത്തത് എന്നു പറയാൻ എനിക്കു എളുപ്പമല്ല. അതുകൊണ്ട് നീയൊരു സ്ഥലം തെരഞ്ഞെടുത്തുറപ്പിക്കൂ. ഈ വാക്കുകൾ ലക്ഷ്മണന്റെ കാതിൽ പതിച്ചതോടുകൂടി അദ്ദേഹം അശക്തനായി രാമന്റെ കാൽക്കൽ വീണു. ലക്ഷ്മണന് കഠിനമായ മനോവേദന ഉള്ളതായി കാണപ്പെട്ടു. എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതിന് ഞാൻ അങ്ങയോട് എന്തൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഇതെന്റെ പാപത്തിനുള്ള ശിക്ഷ തന്നെ. അല്ലെങ്കിൽ അങ്ങ് എന്നെയും പ്രകൃതിയെയും പരീക്ഷിക്കുകയാണോ? അതുമല്ലെങ്കിൽ അങ്ങ് തമാശ പറയുകയോ കളിയാക്കുകയോ ആയിരിക്കുമോ? അദ്ദേഹം ചോദിച്ചു. കഠിനവ്യഥ അനുഭവിക്കുകയായിരുന്നു ലക്ഷ്മണൻ. ഭയം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും അദ്ദേഹം തലതാഴ്ത്തിനിന്നു. ലക്ഷ്മണന്റെ ഈ പെരുമാറ്റം കണ്ട് രാമൻ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം അടുത്തെന്ന് അനുജനെ മാറോടണച്ച് അഭ്യർത്ഥിച്ചു. അനുജ, നീ ഇങ്ങനെ ദുഃഖിക്കായിൽ വേദന അനുഭവിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഊഹിക്കാനും കഴിയുന്നില്ല. പറയൂ, എന്റെ അമ്പരപ്പും വ്യസനവും ദീർഘിപ്പിക്കാതെ അതിന്റെ കാരണം എന്നോട് പറയൂ. ലക്ഷ്മണൻ പെട്ടെന്ന് പറഞ്ഞുപോയി. ജ്യേഷ്ഠാ, ഞാനെല്ലാം അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയല്ലേ. എനിക്ക് സ്വന്തമായി ഇഷ്ടാനിഷ്ടങ്ങളില്ലല്ലോ. അങ്ങയെ സന്തോഷിപ്പിക്കുന്നതേതോ അത് അക്കാരണം കൊണ്ട് തന്നെ എന്നെയും സന്തോഷിപ്പിക്കും. ഇത് സത്യമാണെന്ന് അങ്ങേക്കറിയാം. എന്നിട്ടും അങ്ങ് എന്നോട് എനിക്കിഷ്ടപ്പെട്ട ഒരിടം തിരഞ്ഞെടുക്കാനും അവിടെ അങ്ങേക്കുവേണ്ടി പർണശാല കെട്ടാനും ഇപ്പോൾ ആവശ്യപ്പെടുന്നു. എന്റെ ഇച്ഛ നടപ്പിൽ വരുത്താനായി അങ്ങ് നിർദ്ദേശിച്ചപ്പോൾ എനിക്ക് വലിയ ഹൃദയക്ഷോഭമുണ്ടായി. എവിടെയാണത് നിർമ്മിക്കേണ്ടതെന്ന് എന്നോട് കൽപ്പിക്കൂ. ഞാൻ അപ്രകാരം ചെയ്യാം. എന്നോട് കരുണ കാണിക്കൂ. ഈ രീതിയിൽ എന്നോട് സംസാരിക്കാതിരിക്കൂ. എന്റെ സർവസ്വവും ഇച്ഛ, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരമൊന്നും ഒഴിവാക്കാതെയും ഒന്നും കരുതിവെക്കാതെയും എല്ലാം അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലേ. അത് സ്വീകരിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലും. ഞാൻ അങ്ങയുടെ ദാസനാണ്. അങ്ങയെ സേവിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അങ്ങയെ അനുഗമിക്കുന്ന ദാസൻ. എന്നെ പ്രയോജനപ്പെടുത്തൂ. എന്നോട് കൽപ്പിക്കൂ. എന്നിട്ട് കൽപ്പന അനുസരിപ്പിക്കുകയും പ്രവൃത്തി ചെയ്യിക്കുകയും ചെയ്യൂ. ലക്ഷ്മണൻ ഇത്രയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂപ്പുകൈകളോടെ പറയുകയും ചെയ്തപ്പോൾ രാമൻ അനുജനെ ആശ്ലേഷിച്ചു. അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. രാമൻ പറഞ്ഞു: ലക്ഷ്മണാ, ഈ നിസ്സാരമായ സംഗതിയിൽ നീ ഇത്ര അസ്വസ്ഥനാവുന്നതെന്തിന്? ഇത് അത്ര കാര്യമായി എടുക്കേണ്ടതില്ല. ആകസ്മികമായാണ് ഞാൻ നിനക്ക് ആ നിർദ്ദേശം തന്നത്. നിന്റെ ഹൃദയം നിറഞ്ഞ ഭക്തി ഞാൻ അറിയാത്തതല്ല. ശരി, എന്നോടൊന്നിച്ചു വരൂ. ഞാൻ തന്നെ സ്ഥലം തിരഞ്ഞെടുക്കാം. സീതയെയും ലക്ഷ്മണനെയും കൂട്ടി രാമൻ കാട്ടുവഴികളിൽ കൂടി നടന്നു. അധികം കഴിയുന്നതിനു മുമ്പേ മന്ദാകിനി നദിയുടെ ഉത്തരതീരം ദൃഷ്ടിയിൽപ്പെട്ടു. ആ തീരം വില്ലുപോലെ വളഞ്ഞിട്ടായിരുന്നു. ഒരു വീരനെപ്പോലെ പിന്നിൽ ചിത്രകൂടശൃംഗം വില്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുകയാണെന്ന് തോന്നി. ആ വില്ല് വിട്ടയക്കുന്ന അസ്ത്രങ്ങൾ ഇന്ദ്രിയനിഗ്രഹം, മനോനിഗ്രഹം, ദീനാനുകമ്പ, ത്യാഗം തുടങ്ങിയവയും അവ നശിപ്പിക്കാനുള്ള ലക്ഷ്യം പാപസംഘാതവുമായിരുന്നു. രാമൻ ആ സ്ഥലത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചു. എന്നിട്ട് കുട്ടിച്ചേർത്തു: ഈ വീരൻ യുദ്ധത്തിൽ നിന്നും മടങ്ങുകയില്ല. വശീകരണശക്തിയുള്ള ആ സ്ഥലത്ത് പർണശാല നിർമ്മിക്കാൻ രാമൻ നിർദ്ദേശം നൽകി. രാമനോടും സീതയോടും വൃക്ഷത്തണലിൽ വിശ്രമിക്കാനായി ലക്ഷ്മണൻ അപേക്ഷിച്ചു. കുട്ടികൾ, ഇലകൾ, വള്ളികൾ, കയറുപിരിക്കാൻ, മരത്തൊലികളിൽ നിന്നും നാര് എന്നിവ സംഭരിക്കുവാൻ അദ്ദേഹം പോയി. മൂന്നാളുകൾക്ക് സൗകര്യത്തോടുകൂടി താമസിക്കാനുള്ള ഒരു പർണശാല നിർമ്മിക്കാൻ അദ്ദേഹം ശ്രമം തുടങ്ങി. കുഴികൾ കുഴിച്ചു. കുട്ടികൾ നാട്ടി. അങ്ങനെ നിർമ്മാണം മുഴുമിക്കാനായി വേഗം പ്രയത്നിച്ചു. കുറേ നേരത്തെ വിശ്രമത്തിനുശേഷം സീതാരാമന്മാർ മരച്ചുവട്ടിൽ നിന്നും എഴുന്നേറ്റപ്പോൾ തങ്ങളുടെ കൺമുൻപിൽ ഒരു പർണശാല ഉയർന്നുതുരുന്നതായി അവർ കണ്ടു. ഒരു സുന്ദരവസ്തു ഏതു രീതിയിലും നിസ്സശയമായും മനോഹരമായൊരു വസതി, അതിന്റെ നിർമ്മാണത്തിൽ താനും എന്തെങ്കിലും സഹായം ചെയ്യണമെന്നു രാമനു തോന്നി. അതുകൊണ്ട് അനുജൻ പുറപ്പുറത്തുനിന്നു അവസാനമായി ചെയ്യേണ്ട പണികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാമൻ താഴെ നിന്നു നാരിൻഷണങ്ങൾ എറിഞ്ഞുകൊടുത്തു. എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് സീതയ്ക്കും തോന്നി. ലക്ഷ്മണൻ കൊണ്ടുവന്നുവച്ചിരുന്ന മരക്കൊമ്പുകളിൽ നിന്നും ദേവി ഇലകൾ പറിച്ചെടുത്തു. പിന്നെ അത് ലക്ഷ്മണൻ കൊടുക്കുന്നതിനായി ദേവി രാമന്റെ കയ്യിൽ കൊടുത്തുകൊണ്ടിരുന്നു. സൂര്യാസ്തമനത്തിനു മുമ്പുതന്നെ പർണശാലയുടെ പണി പൂർത്തിയായി. അത് ഉപയോഗിക്കുന്നതിന് പറ്റിയ നിലയിലായി. രാമൻ ആ വൃത്തിയുള്ള ചെറിയ പർണശാല പല രീതിയിലും പരിശോധിച്ചു നോക്കി.
അദ്ദേഹം അനുജന്റെ ഭക്തിയെയും നിർമ്മാണകൗശലത്തെയും പറ്റി സീതയോട് വളരെ പുകഴ്ത്തി പറഞ്ഞു. സീതയും ആ കുടിലിനെ പ്രശംസിച്ചു. ഇത്ര ഭംഗിയുള്ള ഒരു വസതി താൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലെന്നു പറഞ്ഞു. ഇത്തരമൊരു വസതിയിൽ താമസിക്കാൻ വളരെക്കാലമായി താൻ കൊതിക്കുകയായിരുന്നെന്നും സീത പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മണൻ മേൽപ്പുരയിൽ നിന്നും താഴെയിറങ്ങി. കുടിലിനു ചുറ്റും നടന്ന് വല്ലതും പോരാതെയുണ്ടോ എന്ന് പരിശോധിച്ചു. അനന്തരം മന്ദാകിനിയിൽ പോയി കുളിച്ചുവരാനുള്ള അനുവാദത്തിന് രാമനോട് അപേക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞ് രാമനും സീതയും നദി ലേഖുപോയി കുളിച്ചു. അവർ പർണശാലയിലേക്ക് മടങ്ങി. രാവിലെ ലക്ഷ്മണൻ ശേഖരിച്ചു വെച്ചിരുന്ന ഫലമൂലങ്ങൾ ഭക്ഷിച്ചു. പുതിയ ഗൃഹത്തിൽ നിലത്ത് സുഖമായി കിടന്നുറങ്ങി. സീതയും രാമനും ലക്ഷ്മണനും ചിത്രകൂടാചലത്തിൽ താമസം തുടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത മറ്റൊരു ദിവസം കഴിയുന്നതിനു മുമ്പുതന്നെ വനത്തിലെ എല്ലാ ആശ്രമങ്ങളിലും തപസ്സികളുടെ ഇടയിലും പരന്നു. അവർ കൂട്ടം കൂട്ടമായി ശിഷ്യന്മാരോടും സഹാക്കളോടും കൂടി ആ പുണ്യാശ്രമം സന്ദർശിച്ചു. ദർശനം ലഭിച്ചതിനുശേഷം സ്വാശ്രമങ്ങളിലേക്കു മടങ്ങി. രാമൻ അവരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും കുറിച്ച് അന്വേഷിച്ചു. അവർ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെയും ക്ലേശങ്ങളെയും അവ അതിജീവിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപായങ്ങളെയും സംബന്ധിച്ച് അന്വേഷിച്ചു. തന്റെ സേവനം അവർക്കെപ്പോഴെല്ലാം ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം താനും അനുജനും അതിന് തയ്യാറായിരിക്കുമെന്ന് രാമൻ അവർക്കുറപ്പു നൽകി. എന്നാൽ അവർ അത്തരം കാര്യങ്ങളൊന്നും പരാമർശിച്ചില്ല. അവർ പറഞ്ഞു, രാമ, ഞങ്ങൾക്കങ്ങയെ ദർശിക്കുവാൻ കഴിഞ്ഞതുതന്നെ മതി ഞങ്ങളുടെ ജീവിതം ക്ലേശഹീനമാക്കാൻ. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് കടന്നുവരാൻ ഇനി കഴിയുകയുമില്ല. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് മതിയായ രക്ഷയാണ്. രാമന്റെ വ്യക്തിത്വം കണ്ട് അവർ അത്ഭുതസ്തബ്ധരായി. രാമൻ തപസ്സികളെ സ്വാഗതം ചെയ്തു. സ്നേഹപൂർവമായ പരിഗണനയോടെ പെരുമാറി. അദ്ദേഹത്തിന്റെ ദർശനവും സാന്നിധ്യവും തപസ്സികളുടെ തപ്തമായ ഹൃദയത്തിൽ ശീതത്വം പകർന്നു. രാമൻ അവർക്ക് അമിതമായ ആശ്വാസവും വിശ്വാസവും നൽകി. അവരുടെ മനസ്സ് അഗാധമായ ശാന്തി അനുഭവിച്ചു. രാമൻ പ്രേമസ്വരൂപനാണ്. അദ്ദേഹം ഓരോ അരണ്യവാസിയെയും സന്തുഷ്ടനാക്കി. അദ്ദേഹം അവരുമായി ചർച്ച നടത്തി. അവരുടെ പ്രേമദാഹം ശമിപ്പിച്ചു. താപസന്മാരായാലും നായാട്ടുകാരായാലും അദ്ദേഹത്തെ സമീപിച്ചവർക്കെല്ലാം തന്നെ തങ്ങളുടെ അഭിലാഷങ്ങൾക്ക് ഉചിതമായ ഉപദേശങ്ങൾ ലഭിച്ചു. തന്റെ സഹാനുഭൂതിയും ഉപദേശവും കൊണ്ട് രാമൻ അവരുടെ തൊഴിലുകളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി. അദ്ദേഹത്തെ സന്ദർശിച്ച് മടങ്ങിയവരെല്ലാം അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെയും കരുണാർദ്രതയെയും കുറിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ട് നടന്നു. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് വീട്ടിലെത്തി. അവർ തങ്ങളെത്തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. രാമാദികൾ താമസിച്ചു തുടങ്ങിയ ദിവസം മുതൽ ആ വനപ്രദേശം പ്രഭാപൂർണമായി ശോഭിച്ചു. നവോന്മേഷം കൊണ്ട് പുളകിതമാവുകയും ചെയ്തു. അത് നയനങ്ങൾക്ക് ആനന്ദകരമായിരുന്നു. മനസ്സിനെ ആഹ്ലാദിപ്പിച്ചിരുന്ന ശീതളത കൊണ്ട് പൂർണ്ണമായിരുന്നു. വനത്തിൽ നിവസിച്ചിരുന്ന തപസ്സികൾക്ക് ഭയവും ഉത്കണ്ഠയും അകലായി തൽസ്ഥാനത്ത് ആനന്ദം വളർന്നു വർദ്ധിച്ചു. കഠിനഹൃദയരായ നായാട്ടുഗോത്രക്കാർ പോലും ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കാൻ തുടങ്ങി. അവർ അചിരേണ അതിവിശിഷ്ടന്മാരായി മാറുകയും ചെയ്തു. ഈ മഹാഭാഗ്യം ചിത്രകൂടാചലം നേടിയല്ലോ എന്ന് വിന്ധ്യാപർവ്വതനിര പരിതപിച്ചു. എന്തിന്? വിന്ധ്യാപർവ്വതനിര മാത്രമല്ല, എല്ലാ പർവ്വതനിരകളും ശോകാകുലരായി. കാരണം തങ്ങളിൽ വസിക്കാനായി രാമനെ ആകർഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്. സീതയുടെയും രാമന്റെയും പാതാരവിന്ദങ്ങളിൽ ദത്തദൃഷ്ടിയായി ആനന്ദമനുഭവിക്കാനും അവർ അദ്ദേഹത്തിൽ അർപ്പിച്ചിരുന്ന സ്നേഹവാത്സല്യങ്ങൾ നുകരാനുമുള്ള ഒരതുല്യമായ അവസരം ലക്ഷ്മണൻ സിദ്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളതെല്ലാം മറന്ന് പരമോത്കൃഷ്ടമായ ആധ്യാത്മികാനന്ദത്തിൽ സ്വയം ആമഗ്നനായി. അദ്ദേഹത്തിന്റെ മാതാവായ സുമിത്രദേവിയോ പത്നിയായ ഊർമിളയോ അല്ലെങ്കിൽ മറ്റു ബന്ധുജനങ്ങളോ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പോലും ആവിർഭവിച്ചില്ല. സീതയും ഒരിക്കലും ഒരു നിമിഷനേരത്തേക്കു പോലും ബന്ധുക്കളെയോ മാതാപിതാക്കന്മാരെയോ അല്ലെങ്കിൽ മിഥിലയെയോ അയോധ്യയെയോ സ്മരിച്ചില്ല. അവർ അവരുടെ നേത്രങ്ങളും ശ്രദ്ധയുമെല്ലാം ശ്രീരാമചന്ദ്രന്റെ പാതാരവിന്ദങ്ങളിൽ തന്നെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. രാമദർശനമായിരുന്നു അവരുടെ മിഴികൾക്ക് യഥാർത്ഥമായ ഉത്സവം. ഉപദേശങ്ങൾക്കും സഹായത്തിനും രാമനെ സമീപിച്ചിരുന്ന സംസാരിച്ചുകൊണ്ട് നടന്നു. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് വീട്ടിലെത്തി. അവർ തങ്ങളെത്തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. രാമാദികൾ താമസിച്ചു തുടങ്ങിയ ദിവസം മുതൽ ആ വനപ്രദേശം പ്രഭാപൂർണമായി ശോഭിച്ചു. നവോന്മേഷം കൊണ്ട് പുളകിതമാവുകയും ചെയ്തു. അത് നയനങ്ങൾക്ക് ആനന്ദകരമായിരുന്നു. മനസ്സിനെ ആഹ്ലാദിപ്പിച്ചിരുന്ന ശീതളത കൊണ്ട് പൂർണ്ണമായിരുന്നു. വനത്തിൽ നിവസിച്ചിരുന്ന തപസ്സികൾക്ക് ഭയവും ഉത്കണ്ഠയും അകലായി തൽസ്ഥാനത്ത് ആനന്ദം വളർന്നു വർദ്ധിച്ചു. കഠിനഹൃദയരായ നായാട്ടുഗോത്രക്കാർ പോലും ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കാൻ തുടങ്ങി. അവർ അചിരേണ അതിവിശിഷ്ടന്മാരായി മാറുകയും ചെയ്തു. ഈ മഹാഭാഗ്യം ചിത്രകൂടാചലം നേടിയല്ലോ എന്ന് വിന്ധ്യാപർവ്വതനിര പരിതപിച്ചു. എന്തിന്?
വിന്ധ്യാപർവ്വതനിര മാത്രമല്ല എല്ലാ പർവ്വതനിരകളും ശോകാകുലരായി. കാരണം തങ്ങളിൽ വസിക്കാനായി രാമനെ ആകർഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്. സീതയുടെയും രാമന്റെയും പാതാരവിന്ദങ്ങളിൽ ദത്തദൃഷ്ടിയായി ആനന്ദമനുഭവിക്കാനും അവർ അദ്ദേഹത്തിൽ അർപ്പിച്ചിരുന്ന സ്നേഹവാത്സല്യങ്ങൾ നുകരാനുമുള്ള ഒരതുല്യമായ അവസരം ലക്ഷ്മണൻ സിദ്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളതെല്ലാം മറന്ന് പരമോത്കൃഷ്ടമായ ആധ്യാത്മികാനന്ദത്തിൽ സ്വയം ആമഗ്നനായി. അദ്ദേഹത്തിന്റെ മാതാവായ സുമിത്രദേവിയോ പത്നിയായ ഊർമിളയോ അല്ലെങ്കിൽ മറ്റു ബന്ധുജനങ്ങളോ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പോലും ആവിർഭവിച്ചില്ല. സീതയും ഒരിക്കലും ഒരു നിമിഷനേരത്തേക്കുപോലും ബന്ധുക്കളെയോ മാതാപിതാക്കന്മാരെയോ അല്ലെങ്കിൽ മിഥിലയെയോ അയോധ്യയെയോ സ്മരിച്ചില്ല. അവർ അവരുടെ നേത്രങ്ങളും ശ്രദ്ധയുമെല്ലാം ശ്രീരാമചന്ദ്രന്റെ പാതാരവിന്ദങ്ങളിൽ തന്നെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. രാമദർശനമായിരുന്നു അവരുടെ മിഴികൾക്ക് യഥാർത്ഥമായ ഉത്സവം. ഉപദേശങ്ങൾക്കും സഹായത്തിനും രാമനെ സമീപിച്ചിരുന്ന